2 ദിവസം മുമ്പ് ഏതോ കടയുടെ ഉദ്ഘാടനത്തിന് ഒരു രൂപയ്ക്ക് ഒരു ഷൂ കിട്ടുമെന്ന് വെക്കുമ്പോൾ ലാത്തി ചാർജ് നടത്തേണ്ട അവസ്ഥ. കാസർഗോഡുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് നേരം വെളുത്ത് കഴിഞ്ഞാൽ റമദാനിൻ്റെ 1 മുതൽ 10 വരെ ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ പർച്ചേസ് നടക്കുക, ഓരോ കടകൾ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഫ്രീ ഉണ്ടെങ്കിൽ അവിടെ ഓടും. 2 ദിവസം മുമ്പ് ഏതോ കടയുടെ ഉദ്ഘാടനത്തിന് ഒരു രൂപയ്ക്ക് ഒരു ഷൂ കിട്ടുമെന്ന് വെക്കുമ്പോൾ ലാത്തി ചാർജ് നടത്തേണ്ട അവസ്ഥ. കാസർഗോഡ് ഒരു പുതിയ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പടച്ചവനെ ആലോചിക്കുക, എന്താ അവസ്ഥ? നീ അടുത്ത് ഒരു കട ഉദ്ഘാടനത്തിൻ്റെ കാര്യം ഞാൻ പറയണില്ല. അപ്പം നമ്മുടെ ചിന്ത ഇത് റമദാനിൽ ഇങ്ങനെ കയറി ഇറങ്ങി പെരുന്നാളിൻ്റെ വസ്ത്രം വാങ്ങാനും, നമ്മൾ അതൊക്കെ ഒരു വൈകുന്നേരമാകുമ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങി ഇഫ്താറും സംഗമങ്ങളും ഇങ്ങനെ പരിപാടികളൊക്കെ നടത്തുമ്പോൾ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ആ പാവപ്പെട്ടവന്റെ സങ്കടം എനിക്കൊന്നേ എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളൂ. എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ ഭർത്താവിൻ്റെ രക്തം വിയർപ്പാക്കി ആ പാവപ്പെട്ടവന്റെ രക്തത്തിൽ ആ രക്തം വിയർപ്പാക്കി അധ്വാനിക്കുന്ന ആ ഓരോ രൂപയും അതിന്റെ വില നിങ്ങൾക്ക് അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ ദീൻ പഠിക്ക്, ദീനിന്റെ അഹിലുകാരാവ്, നന്മയിലേക്ക് നിങ്ങൾ ഒരുമിക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു തരുന്നൊരവസരമാ, പാഴാക്കി കളയല്ലേ. ചെറുതും വലുതുമാകട്ടെ, പാപം തന്നെയാണ്. കടയിൽ കയറി ഒരു മുട്ടായി മുട്ടിക്കുന്നവനെ വിളിക്കുന്നത് കള്ളനെന്നാണ്. കോടികൾ ബാങ്കിന്റെ ലോക്കർ കുത്തി തുറന്ന് ലക്ഷങ്ങളും കോടികളും മുട്ടിക്കുന്നവനെ വിളിക്കുന്നതും കള്ള എന്നാണ്. അവിടെ ചെറുതും വലുതുമില്ല സഹോദര, അത് പാപം തന്നെയാണ്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പാപമാണല്ലോ. അതങ്ങനെ തന്നെ കാണു, വേർതിരിച്ച് കാണണ്ട. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ചെറുതിനെ ഭയക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, അങ്ങനെ ചെറുതും വലുതുമായി ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് കഴുകിക്കളയാൻ ഒരു എളുപ്പവഴി നിബിധങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപം പൊറുക്കാൻ നിബിധങ്ങൾ അവിടെ നിന്നൊരു വഴി പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ പാപങ്ങളും പൊറുക്കാൻ, പൂർണ്ണമായി പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, പാപങ്ങൾ കഴുകിക്കളയാൻ നിബിധങ്ങൾ ഒരുപാട് എളുപ്പ വഴികൾ പഠിപ്പിച്ചു തരികയാണ്. ആ എളുപ്പ വഴിയിൽ ഒരു വഴി എന്തെന്നറിയോ? പാപം പൊറുക്കാൻ ഒരു എളുപ്പ വഴി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, പാപം പൊറുക്കാനുള്ള എളുപ്പ വഴി എന്തെന്നറിയോ സഹോദരാ? ഇസ്തിഗ്ഫാർ പറഞ്ഞാ പാപം പൊറുക്കും ബാപ്പാ. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹല്ലദീ എന്ന് പറയേണ്ട രീതിയിൽ ഒരു മനുഷ്യനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പാപം അല്ലാഹു പൊറുക്കുകയാണ്. അതുകൊണ്ടാണ് നബി തങ്ങളോട് പടച്ച റബ്ബ് പറഞ്ഞല്ലോ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. അല്ലാഹുവിന്റെ റസൂലിനോട് പോലും അല്ലാഹു അവിടെ നിന്ന് പറഞ്ഞത് ഇസ്തിഗ്ഫാർ പറയാനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അസ്തഗ്ഫിറുല്ലാ പറയാൻ പഠിക്ക്. അല്ലാഹുവേ ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോ പെങ്ങളെ കളിക്കാനും തമാശയ്ക്കും പറയാനുള്ള അസ്തഗ്ഫിറുല്ലാഹ് നമുക്കത് തമാശയാടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും ഒരു ദിവസത്തിൽ പടച്ചവനെ 100 പ്രാവശ്യത്തോളം അസ്തഗ്ഫിറുല്ലാഹ് പറയുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, പെങ്ങളെ കയ്യിലെ തസ്ബീഹുമിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അസ്തഗ്ഫിറുല്ലാഹ് എങ്ങനെയാണ് പറയേണ്ടതെന്നറിയോ? അസ്തഗ്ഫിറുല്ലാഹയുടെ മഹത്വം നിനക്കറിയോ? അസ്തഗ്ഫിറുല്ലാഹയുടെ മഹത്വം നിനക്കറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തിൽ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരാൻ ഒരസ്തഗ്ഫിറുല്ലാഹ് മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചരിത്രം പറയാ. മഹാനായ
മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ജനങ്ങൾ കടന്നു വന്നിട്ട് പറയുന്നു, തങ്ങളെ മഴയില്ല, വെള്ളക്ഷാമമാ, മനുഷ്യന് കുടിക്കാൻ വെള്ളമില്ല, മൃഗങ്ങൾക്ക് വല്ലാത്ത പ്രയാസമാണ്, അതുകൊണ്ട് മഴ കിട്ടുന്നതിന് വേണ്ടി മൂസാ നബിയോട് പറഞ്ഞു ദുആ ചെയ്യാ. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ജനങ്ങളോട് പറഞ്ഞു ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാറ്. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരു ഒരു വലിയ മൈതാനത്ത് ഒരുമിച്ച് കൂടുകയാണ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ മൂസാ നബി അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് അവിടുന്ന് ദുആ ചെയ്യാൻ കൈകൾ ഉയർത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അവിടുന്ന് പറയുന്നു, മൂസാ ദുആ ചെയ്താ സ്വീകരിക്കില്ല മൂസാ, ദുആ ചെയ്താ സ്വീകരിക്കില്ല മൂസാ. എന്തേ റബ്ബേ, എന്തേ റബ്ബേ, 40 കൊല്ലമായി പടച്ചവനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യര് ആ മജ്‌ലിസിൽ ഇരിക്കുന്നുണ്ട് മൂസാ. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ തരൂല മൂസാ. 40 കൊല്ലമായി പടച്ചവനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ആ കൂട്ടത്തിലുണ്ട്. അവനോട് എഴുന്നേറ്റ് പോകാൻ പറ, അല്ലാതെ മഴ തരൂല. മൂസാ നബിയുടെ കണ്ണുകൾ നിറയുകയാണ്. 40 കൊല്ലമായി പടച്ച റബ്ബ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് ആ പടച്ചവനെ മറന്നുകൊണ്ട് അഹങ്കാരിയെ പോലെ ധിക്കാരിയെ പോലെ പടച്ചവനെ പുറങ്കാല് കൊണ്ട് ചവിട്ടികെട്ട് നടക്കുന്ന ആ മനുഷ്യനാരാ? മൂസാ നബി പറയുന്നു, അല്ലാഹനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യൻ ഈ മജ്‌ലിസിലുണ്ട്. 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്നു നടക്കുന്ന ഒരുത്തൻ ഈ കൂട്ടത്തിലുണ്ട്. അവൻ എഴുന്നേറ്റ് പോകണേ, അവൻ എഴുന്നേറ്റ് പോകണേ, ദുആ ചെയ്യാൻ പോകുകയാ. മൂസാ നബി അവിടെന്ന് പറയുമ്പോ ജനങ്ങൾ നോക്കുന്നു, ആരാ അല്ലാഹ്, ആരാണ് പടച്ചവരെ, ആരാണ് പടച്ചവരെ? 40 കൊല്ലമായി പടച്ചവനെ മറന്നു നടക്കുന്നവനാരാ? ജനങ്ങൾ നോക്കുകയാ. ആ സമയത്ത് അവനും ആ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അവൻ ചിന്തിക്കുന്നു, അല്ലാ, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, ആ പാവി ഞാനാണല്ലോ, ഞാൻ ഇത്രയും വലിയ വൃത്തികെട്ടവനാണോ അല്ലാ? ഞാനിവിടെ എഴുന്നേറ്റാ എല്ലാരും എന്നെ കാണുമല്ലോ, എല്ലാവരും എന്നെ മനസ്സിലാക്കുമല്ലോ, ഞാൻ നാണം കെട്ടുപോകുമല്ലോ. ആ മനുഷ്യനെ തലതാഴ്ത്തിയിരുന്ന് കരയുകയാ, ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കരയുകയാ. ആ മനുഷ്യൻ പടച്ചവനോട് പറഞ്ഞു, അല്ലാ, ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ലെങ്കിൽ മഴ പെയ്യില്ലല്ലോ അല്ലാ, ദുആ ചെയ്താ സ്വീകരിക്കില്ലല്ലോ അല്ലാ. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പടച്ചവനോട് പറയുകയാണ്, എങ്ങനെ തൗബ ചെയ്യണമെന്ന് എനിക്കറിയില്ല അല്ലാ, എങ്ങനെയാണ് നിന്നോട് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഇന്ന് വരെ ചെയ്തത് തെറ്റാട് പടച്ചവര്, എന്നെ നാണം കെടുത്തല്ലേ തമ്പുരാന്, ഇനി ഒരിക്കലും ചെയ്യില്ല റബ്ബേ, ഇനി ഒരിക്കലും ചെയ്യില്ല റബ്ബേ, ഞാനെല്ലാം സമ്മതിക്കുന്നു അല്ലാ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ, അവിടെ ഇരുന്ന് കൊണ്ട് അല്ലാഹുവിനോട് പറയുകയാണ്, അസ്തഗ്ഫിറുല്ലാഹല്ലദീ, അല്ലാഹുവേ പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. എന്നിട്ട് രണ്ടാമതൊരു വാക്ക് പറയുകയാണ്, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. 40 കൊല്ലം അല്ലാഹനെ മറന്നു നടന്ന മനുഷ്യന് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് അല്ലാഹനോട് പറയുന്നു, മഴ തരണേ അല്ലാ. നിമിഷങ്ങൾ കഴിയുമ്പോ മഴയുടെ അടയാളം കാണുകയാണ്. കാർമേഘങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. ആകാശ ലോകത്ത് നിന്നും മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്. ജനങ്ങൾ മുഴുവനും സന്തോഷം കൊണ്ട് ഓടുമ്പോ അല്ലാ, മൂസാ നബി ചോദിക്കുന്നു, റബ്ബേ,
ഒരാൾ പോലും എഴുന്നേറ്റ് പോയില്ല പടച്ചവരെ, ആരും എഴുന്നേറ്റ് പോയില്ല പടച്ചവരെ. പിന്നെങ്ങനാ മഴ പെയ്തത്? പിന്നെ എങ്ങനാ മഴ പെയ്തത്? അല്ലാഹു പറയുന്നു, മൂസാ 40 കൊല്ലം അല്ലാഹനെ മറന്നു നടന്ന മനുഷ്യനുണ്ടല്ലോ, അവന് തൗബ ചെയ്തു മൂസാ. അവൻ ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ദുആ ചെയ്യുകയാ മൂസാ. അവൻ തൗബ ചെയ്ത സന്തോഷത്തിലാണ് അല്ലാഹു മഴ നൽകിയത്. അവന് തൗബ ചെയ്ത സന്തോഷം കൊണ്ടാണ് അല്ലാഹ് മഴ ചെയ്യുന്നത്. മൂസാ നബി ചോദിക്കുന്നു, അല്ലാ അതാരാണെന്നൊന്ന് കാണിച്ചു തരുമോ അല്ലാ? ആ 40 കൊല്ലം അല്ലാഹനെ മറന്നു നടന്നവൻ, അവൻ തൗബ ചെയ്തപ്പോ മഴ പെയ്തല്ലോ. അവൻ ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ദുആ ചെയ്തപ്പോ അല്ലാഹു മഴ കൊടുത്തല്ലോ. അവനാരാ അല്ലാ? അവനാരാ അല്ലാ? ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ആ മനുഷ്യനെ കാണിച്ചു കൊടുത്തില്ല എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാലതാ അല്ലാഹുവേ ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നമുക്കത് നിസാരമാണ്, നമുക്ക് നിസാരമാണ്. പാപം കാണുമ്പോ മാത്രം പറയാനുള്ള ദിക്റല്ല അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ ഒരു ധാരണയുണ്ടോ? അങ്ങനെ ഒരു ധാരണയുണ്ട്. പാപം കണ്ട, പാപം ചെയ്ത, പാപം പറഞ്ഞ പറയാനുള്ള ഒരു ദിക്റ് മാത്രമല്ല അസ്തഗ്ഫിറുല്ലാഹ്. അത് നാവിന്റെ തുമ്പിൽ ഒരുപാട് പ്രാവശ്യം പറയേണ്ട ദിക്റാണ്. അതിന്റെ മഹത്വം അറിയുമോ? അതിന്റെ മഹത്വം അറിയുമോ? പെങ്ങളെ, മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന സഹോദരി, നിനക്ക് മക്കളെ വേണോ? നിനക്ക് മക്കളെ വേണോ? അല്ലാഹ് പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അല്ലാഹു മക്കളെ തരും. പെങ്ങള്, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവൻ അല്ലാഹു മക്കളെ കൊടുക്കും. കുഞ്ഞുങ്ങളില്ലാതെ, മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരോട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അല്ലാഹു മക്കളെ തരും. പെങ്ങള്, മഴയില്ലേ, കിണറ്റില് വെള്ളമില്ലേ? മഴയില്ലേ, കിണറ്റില് വെള്ളമില്ലേ? പറയേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ്. വെള്ളമില്ലാതെ വന്നാൽ, വെള്ളക്ഷാമമുണ്ടായാൽ, മഴയില്ലാതെ വന്ന അസ്തഗ്ഫിറുല്ലാഹ് പറയൂ. ഏ സഹോദരാ, കാസർഗോഡ് കച്ചവടം നടത്തുന്ന കച്ചവടക്കാരാ, മോനെ കച്ചവടമില്ലേ? അല്ലാഹുവേ ബർക്കത്ത് വേണോ? കച്ചവടം വേണോ? രക്ഷപ്പെടണോ? പെങ്ങളെ, പണ്ടുള്ള ഉമ്മമാരടുക്കളയിൽ അരി തീർന്നാ പറയും അസ്തഗ്ഫിറുല്ലാഹ്, ഉപ്പ് തീർന്നാ പറയും അസ്തഗ്ഫിറുല്ലാഹ്. പക്ഷേ ഇന്ന് മാറിയടോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അവന്റെ കച്ചവടത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുമെന്ന്. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇനി അസ്തഗ്ഫിറുല്ലാഹ് പറയാനുള്ള സമയമാണ്. ഇനി അസ്തഗ്ഫിറുല്ലാഹ് പറയാനുള്ള സമയമാണ്. നബി തങ്ങൾ പറഞ്ഞല്ലോ, സ്വഹാബാ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണേ സഹാബാ. 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണേ സഹാബാ. എന്തേ നബിയേ? അനസ് തങ്ങൾ പറയുകയാണ്, എന്തേ നബിയേ 70 അസ്തഗ്ഫിറുല്ലാഹയുടെ പ്രതിഫലം എന്തെന്നറിയോ? ഏതെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ആ ദിവസത്തിൽ ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. 700 പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാണ്. 2, അവൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു റിസ്ക് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന എപ്പോഴാ? ഒരു തെറ്റ് കണ്ടാ പറയാം അസ്തഗ്ഫിറുല്ലാഹ്, ഒരു പാപം ചെയ്താൽ പറയാം അസ്തഗ്ഫിറുല്ലാഹ്, എന്തെങ്കിലും പറഞ്ഞാൽ പറയാം അസ്തഗ്ഫിറുല്ലാഹ്. ആ സാധനത്തിന് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല അത്. ഇവിടെ മഴ വേണോ?
കിണറ്റിൽ വെള്ളമില്ലേ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ വെള്ളം കിട്ടും. മക്കളില്ലേ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മക്കളെ കിട്ടും. കച്ചവടമില്ലേ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ കച്ചവടം കിട്ടാകും. ഇത് ഖുർആൻ പറഞ്ഞല്ലേ. എന്റെ പ്രിയപ്പെട്ടവർ, ഏത് കാര്യത്തിനും അസ്തഗ്ഫിറുല്ലാഹ് പറയണം. 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ ഒരു ദിവസം നീ ചെയ്ത 700 പാപങ്ങൾ അള്ളാഹു പൊറുക്കും. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ഇന്ന് ഒരു വട്ടം പറഞ്ഞോ? ഇപ്പോഴും താത്ത കയ്യിലിരുന്ന് അടിക്കുന്നുണ്ട്. അമിനെ സുഖാണോടി, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അവളെ കണ്ടോ, അവിടെ ഇരിക്കുന്നുണ്ടോ, കുറ്റവും പറയും അസ്തഗ്ഫിറുല്ലാഹും പറയും. ഇങ്ങനെ ഇരിക്കുക, കയ്യിൽ ഇങ്ങനെ കയറ്റി, മോതിരത്തിന് പകരം തസ്ബീഹ്. അപ്പം പടച്ചവനെ, എന്തിനാ അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കണമെന്ന് എനിക്കറിയില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചിലതൊക്കെ കയ്യിൽ തസ്ബീഹ് ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും, നാവ് കൊണ്ട് കത്തിച്ചുകൊണ്ടിരിക്കും. പഠിക്കേണ്ടത് ഇവിടെ ഒരാള് തെറ്റ് ചെയ്ത മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, പടച്ചവൻ ഓൻ ആരാ അല്ലാഹ് ഒന്ന് കാണിച്ചു തരാൻ. കാണിച്ചു കൊടുത്തില്ല അല്ലാഹ്. അതാ അല്ലാഹ്. തെറ്റ് ചെയ്താൽ പരസ്യപ്പെടുത്താൻ പാടില്ല. ഒരു മനുഷ്യന്റെ ഇസ്സത്തിന് അത്രയും വിലയുണ്ട്. ഒരാളുടെ ഇസ്സത്തിന് എന്ത് വിലയുണ്ടെന്ന് മനസ്സിലാക്കാൻ മൂസാ നബി ഓനൊന്ന് കാണിച്ചു തരാൻ. കാണിച്ചു കൊടുത്തില്ല അല്ലാഹ്. അറിയേണ്ടത് അതാ അല്ലാഹ്. നമ്മളോ പത്രം പിടിച്ചു നിർത്തും. ചില ആൾക്കാരുടെ കയ്യിൽ വാർത്ത കിട്ടിയാൽ പിന്നെ പത്രത്തിലൊന്നും കൊടുക്കണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരാളോട് പറഞ്ഞാൽ മതി നാട് മുഴുവൻ അറിയണമെങ്കിൽ. ചില മഹാന്മാരുണ്ട്, ആ മഹാന്റെ കയ്യിൽ പറഞ്ഞാൽ നാട് മൊത്തം അറിഞ്ഞോളൂ. ഓനിങ്ങനെ മൈക്കും കെട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ പറയുന്നുണ്ട്, അതിനിടയിൽ ആമിനായ കത്തിക്കുന്നുണ്ട് ജീവനോടെ. പടച്ചവനെ അങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അങ്ങനെ പറയാനുള്ളതല്ല നിങ്ങളെ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയേണ്ട രീതിയിൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞ നിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാവവും അള്ളാഹു പുറത്തു തരും. അതാണ് അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. പണ്ടൊരു ഉസ്താദ് പറഞ്ഞു കൊടുത്തു, തെറ്റ് കണ്ട ഉസ്താദെ, ഈ റോഡിലൊക്കെ ഇരിക്കുമ്പോൾ പെണ്ണുങ്ങളെ കാണും, എന്ത് ചെയ്യണം? ഉസ്താദ് പറഞ്ഞ അസ്തഗ്ഫിറുല്ലാഹ് പറയണം. ഉസ്താദ് പറഞ്ഞു കൊടുത്ത തെറ്റ് കണ്ട അപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോണം. അങ്ങനെ കൂട്ടുകാരെല്ലാരും കൂടെ റോഡ് സൈഡിൽ ഇരുന്നപ്പോൾ ഒരുത്തം പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്. എവിടെ അളിയാന്ന് എല്ലാരും ചോദിക്കുക. ആരെന്താ പെണ്ണുങ്ങൾ കണ്ട അപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് പറയണമെന്ന്? അപ്പൊ അങ്ങനെ നമ്മൾ കാണുന്ന അസ്തഗ്ഫിറുല്ലാഹ് അങ്ങനെ പറയാനുള്ളതല്ല. ഇവിടെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ 700 പാപം അള്ളാഹു പൊറുക്കും. 2, നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അള്ളാഹു നിനക്ക് റിസ്ക് തരുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് നമ്മളോടും ഭക്ഷണം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി. അല്ലാഹ് ഞാനിങ്ങനെ അലക്കുക, 2 ദിവസത്തിന് വേണ്ടി കുവൈറ്റിൽ പോയി, എനിക്ക് 10 ദിവസം ഭക്ഷണം അല്ലാഹ് തന്നു. എവിടൊക്കെ റബ്ബ്, ഞാൻ ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിൽ പോലും എനിക്ക് ഫുഡ് കിട്ടി. അൽഹംദുലില്ലാഹ്. ഇന്ന് രാത്രി എവിടാന്നറിയില്ല. അപ്പൊ ഇന്ന് രാത്രി എനിക്ക്, ഇന്ന് നോമ്പ് തുറ നമ്മുടെ അസ്റോക്കാടെ വീട്ടിലാന്ന് തോന്നുന്നു. ഇനി നാളത്തെ കാര്യം എവിടാന്നറിയില്ല. എന്റെ റിസ്ക് അല്ലാഹ് എവിടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കേണ്ട വിശക്കുമ്പോൾ അള്ളാഹു കൊണ്ടുതരും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നിങ്ങൾക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നിങ്ങൾക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അസ്തഗ്ഫിറുല്ലാഹ് പറയേണ്ട രീതിയിൽ പറയണം. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ നമ്മുടെ പാപം പൊറുക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാനൊരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു തരാം, ഒരു ഇസ്തിഗ്ഫാർ ഞാൻ പറഞ്ഞു തരാം. അത് പറഞ്ഞ ഇന്ന് മഗ്രിബിന് മുമ്പ് മരിച്ച നീ സ്വർഗത്തിലാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പാപം മുഴുവനും പൊറുക്കാനുള്ള ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു തരട്ടെ. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? നിനക്ക് മരിക്കുമ്പോ ഈമാനോടെ മരിച്ചാ പോരെ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? നിങ്ങളുടെ ആഗ്രഹം എന്താ? മരിക്കുമ്പോ ഈമാനോട് കൂടി മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാനൊരു സ്ഥലത്ത് ഒരു മഹാനെ കാണാൻ പോയി. ഒരു മഹാനെ കാണാൻ പോയപ്പോ ഞാൻ ഒരാളെ സ്വപ്നം കണ്ടു. ഞാനൊരു മഹാനിനെ സ്വപ്നം കണ്ടപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഒരാളിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. മഹാൻ മരിച്ചുപോയ ആളാ, പക്ഷെ കണ്ട ആള് ജീവിച്ചിരിക്കുന്ന ആളാ. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് ദുആ ചെയ്യണം. എന്താ ദുആ ചെയ്യണ്ടേ? ആഖിബത്ത് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. എന്നെ തല്ലിയില്ലാതേ ഉള്ളൂ അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി, എൻ്റെ കൂടെ 2 പേരുണ്ട്, എൻ്റെ പള്ളിയിലെ കമ്മിറ്റിക്കാരുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ പോയിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്ത് ദുആ ചെയ്യണം? ആഖിബത്ത് നന്നാവാൻ. ഞാൻ ദുആ ചെയ്താൽ നിന്റെ ആഖിബത്ത് നന്നാവോ? നീ ആദ്യം ചെയ്യാനുള്ളത് ചെയ്യടാന്ന്. അപ്പൊ നല്ല മരണം എന്ന് പറയുന്നത് വെറുതെ കിട്ടും, ദുആ ചെയ്താൽ കിട്ടുന്നതല്ല. നമ്മൾ ചെയ്യേണ്ടത് കൂടെ ചെയ്യണം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു മഹാന്മാരുടെ സ്നേഹവും കാവലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാനൊരു അസ്തഗ്ഫിറുല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. ഈ അസ്തഗ്ഫിറുല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞ നിങ്ങൾ മരിച്ച സ്വർഗത്തിലാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയോ നബിതങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഈ ദിക്ർ പറഞ്ഞു, ഈ ഇസ്തിഗ്ഫാർ ഏതെങ്കിലും ഒരു മനുഷ്യന് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് മരിച്ച നീ എന്തു പാപം ചെയ്താലും നീ സ്വർഗത്തിൽ പോകും. അള്ളാഹു ഈമാനുള്ള മരണം നൽകുമാറാകട്ടെ. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു പറഞ്ഞു, സുബഹിക്ക് മുമ്പ് മരിച്ച സ്വർഗത്തിൽ. അപ്പൊ ഇത് പറയുന്ന ദിവസം മരിച്ച, ഇന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം, നിങ്ങൾ എല്ലാവരും ഈ ദിക്ർ പറയണം. എന്തായാലും നമ്മൾ മഗ്രിബിന് മുമ്പ് മരിക്കൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.
നമ്മൾ മരിക്കോ? നമ്മൾ മരിക്കോ? മരിക്കൂല. കാരണം എന്ത്? നമ്മുടെ കയ്യിലിരിപ്പ് വെച്ചിട്ട് അങ്ങനെ ഒരു മരണം കിട്ടാൻ യോഗ്യത ഉണ്ടോ? തമാശ പറഞ്ഞതല്ല. ഈ ദിക്ർ പറയുന്ന അന്ന് നീ മരിക്കോ? ഞാൻ പറയുന്നു, നബിതങ്ങൾ പറഞ്ഞു, ഈ ദിക്ർ പറഞ്ഞ ഒരു മനുഷ്യൻ, ഇപ്പൊ നീ പറഞ്ഞു ഇന്ന് മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നീ മരിച്ച നീ സ്വർഗത്തിലാ. ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ. നബിതങ്ങൾ അങ്ങനെ കള്ളം പറയൂല, വഹയില്ലാതൊന്നും പറയില്ല. ആ നാവ് കൊണ്ട് നബിതങ്ങൾ പറയുന്നു, ഈ പറയുന്ന ദിക്ർ പറയുന്ന മനുഷ്യൻ മരിച്ച അവൻ സ്വർഗത്തിലാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അങ്ങനെ സ്വർഗത്തിൽ പോകാനുള്ള ഒരു ഈമാനുള്ള മരണം കിട്ടാൻ ഇപ്പത്തെ ജീവിതം വെച്ച് നോക്കിയാൽ പറ്റുമോ? നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നെ വെച്ച് നോക്കിയാൽ ഞാൻ പറയും കിട്ടൂല എന്ന്. കാരണം എന്റെ സ്വഭാവം എനിക്ക് അറിയൂ. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. എന്നെ കാണുമ്പോൾ എല്ലാവരും എനിക്ക് ചിരി വരും. ചിലർ ഓടി വന്നിട്ട് എൻ്റെ കൈ മുത്താൻ വരും. പടച്ചവനെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ആരുടെ കൈയാ അള്ളാഹ് മുത്തണേ? സുബ്ഹാനല്ലാഹ്. എടാ എൻ്റെ അവസ്ഥ എന്താന്നിനി? 2 കാലും മന്തുള്ളവൻ 1 കാലും മന്തുള്ളവൻ്റെ അടുത്ത് പരാതി പറയുന്ന പോലെ എൻ്റെ അടുക്ക് വന്നിട്ട് കൈ പിടിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വഭാവം ചിന്തിക്കും. അങ്ങനെ അള്ളാഹു നമ്മളെ കൈയൊക്കെ മുത്തണോടോ? അത് ആളും തരവും നോക്കി മുത്തണം. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. അൽഹംദുലില്ലാഹ്. ബഹുമാനം. പിന്നെ മുസാഫഹത്ത് നല്ലതാ. മുത്താൻ അങ്ങനെ എല്ലാവരുടെ കൈയും പിടിച്ച് മുത്താൻ പാടുണ്ടോ? ഉണ്ടോ? ഞാൻ അങ്ങനെ പറയുന്ന ആളാ. എല്ലാവരുടെ കൈയും പിടിച്ച് മുത്താൻ പാടില്ല. മുസാഫഹത്ത് ചെയ്യാം. മുസാഫഹത്ത് ചെയ്താൽ ആ കൈ പിടിച്ചിരിക്കുന്ന അത്രയും സമയം അള്ളാഹു 2 പേരുടെയും പാവം പൊറുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഉസ്താദ് പറയും മുസാഫഹത്ത് ചെയ്യണമെന്ന്. നമ്മൾ പോകത്തില്ല. കാരണം എന്താ? കൈ മുടക്കണം കൊടുക്കണമെന്ന് പേടിച്ചിട്ട്. ഈ വഅദ് തീരുമ്പോ പറയും എല്ലാരും മുസാഫഹത്ത് ചെയ്യണമെന്ന്. മാറി നിൽക്കുക. എന്ത്? ബക്കറ്റ് എടുത്ത് വെച്ചേക്കുന്ന പൈസ ഇടാനാണെന്നൊരു ധാരണ. അങ്ങനല്ല. ഇവിടെ മുസാഫഹത്ത് ചെയ്താൽ 2 പേരുടെയും ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ ആ കൈ പിടിക്കുമ്പോൾ അള്ളാഹു പുറത്തു കൊടുക്കും. അതിനാ മുസാഫഹത്ത് ചെയ്യാൻ പറയുന്നത്. പിന്നെ കൈകൾ മുത്തണം. അതൊക്കെ ഒരു ബഹുമാനം, ഒരു സ്നേഹം. അത് വേറെ അല്ല, വേറൊന്നുമല്ല. ആലിമീങ്ങളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ പാപം പൊറുക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആലിമീങ്ങളുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്ത. 5 പേരുടെ മുഖത്ത്. ഒരു ഹദീസിൽ കാണാം, പരിശുദ്ധമായ കഅബാലയം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഉമ്മയുടെ മുഖത്ത്. ഈ 3 സ്ഥലങ്ങളിൽ നോക്കിയാൽ തന്നെ ഇബാദത്തിന്റെ കൂലി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടൊക്കെ നോക്കിയാ? എവിടെ നോക്കണം? കഅബാലയത്തിൽ ഇപ്പോൾ നോക്കിയിരുന്ന എന്താ കൂലി? ഇബാദത്തിന്റെ കൂലി. ഉമ്മാടെ മുഖത്ത് നോക്കിയിരുന്ന പിന്നെ ആരുണ്ട് നോക്കാൻ? തൊലിയൊക്കെ ചുളുങ്ങി ഉമ്മാനെ കിളവിന്നാ വിളിക്കണേ ഇപ്പൊ മക്കള്. ആ ഉമ്മാടെ മുഖത്ത് നോക്കട്ടെ. ഉമ്മാടെ മുഖത്ത് നോക്കിയിരുന്ന ഇബാദത്തിന്റെ കൂലി. ഖുർആൻ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ നോക്കിയാ മതി, ഓതണ്ട. ഇബാദത്തിന്റെ കൂലി. മറ്റൊരു ഹദീസിൽ കാണാം, സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നോക്കിയിട്ട് വേണം കുടിക്കാൻ. എന്തി നോക്കണം? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? എന്തി നോക്കിയിട്ട് കുടിക്കണം? സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വേറെ എന്തെങ്കിലും നോക്കിയില്ലെങ്കിൽ അവിടെ നോക്കണം. 4, 5 ആലിമീങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ഇബാദത്തിന്റെ കൂലിയുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചിലരെ കണ്ട അറിയാതെ എഴുന്നേറ്റ് പോകൂലേ? എത്ര വലിയ കോടീശ്വരനും ചിലരെ കാണുമ്പോൾ അറിയാതെ അങ്ങ് എഴുന്നേറ്റ് പോകും. ചിലരുടെ മുഖം അങ്ങനെ കണ്ട എഴുന്നേറ്റ് പോകും. ആലിമീങ്ങളുടെ മുഖത്ത് നോക്കുന്നതിന് പോലും കൂലി. അള്ളാഹു നമ്മുടെയൊക്കെ മരണപ്പെട്ടു പോയ ഉസ്താദന്മാർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹുടെ നമ്മുടെ നേതൃത്വങ്ങൾ അൽഹംദുലില്ലാഹ്, അള്ളാഹു നീ അവർക്ക് ആഫിയത്തും ദീർഘായുസും കൊടുക്കണം. അവിടെ ചോനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം. ഈ പറയുന്ന ദിക്ർ നിങ്ങൾ പറഞ്ഞാൽ പെങ്ങളെ രക്ഷപ്പെട്ടു. പെങ്ങളെ ഇന്നു മരിച്ച സ്വർഗമാ. ഏത് ദിക്റാണ്? മുത്തുനബി പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുന്നു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഒരു ഇസ്തിഗ്ഫാർ ഉണ്ട് പെങ്ങളെ. ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്നു. അതിനെ വരെ എല്ലാവരും ബിദ്അത്തിന്റെ അഹ്ലുകാര് പോലും അംഗീകരിക്കുന്ന ഒരു ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദൻബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഈ ഇസ്തിഗ്ഫാർ ഏതെങ്കിലും ഒരു മനുഷ്യനെ സുബഹി കഴിഞ്ഞ് പറഞ്ഞു, മഗ്രിബിന് മുമ്പ് മരണപ്പെട്ട സ്വർഗമാണ്. മഗ്രിബിന്റെ നമസ്കാരം കഴിഞ്ഞ് പറഞ്ഞു, സുബഹിക്ക് മുമ്പ് മരണപ്പെട്ട സ്വർഗമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ അത് വലുതാണെന്ന് ചിന്തിക്കരുത്, അത് വലിയ ദിക്റാണെന്ന് ചിന്തിക്കരുത്. പെങ്ങളെ
അത് കേൾക്കുമ്പോ വലുതാണെന്ന് തോന്നും. പഠിക്കാൻ സാരമാണ്, പഠിക്കാൻ സാരമാണ്. എത്രയോ ഗാനങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കൊണ്ട് നടക്കുന്നവരല്ലേ, ആവശ്യമില്ലാത്തത് പഠിക്കുന്നവരല്ലേ, ആവശ്യമില്ലാത്തത് പലതും പഠിച്ചില്ലേ. ഇസ്തിഗ്ഫാർ പഠിക്കു പെങ്ങള്, ഇസ്തിഗ്ഫാർ പറ പെങ്ങള്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ മുഴുവനും പുറത്തു തരുമെങ്കിൽ ഇത് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ചു പടച്ചവനെ നിസാരമാണെന്ന്. ചുമ്മാതെ പറഞ്ഞാ പോരാ, ചുമ്മാതെ പറഞ്ഞാ പോരാ. ഇത് എങ്ങനെ പറയണമെന്നറിയുമോ? ഏത് മനസ്സോടുകൂടി പറയണമെന്നറിയോ? ഏതോ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ തൗബയാണ്, ഏറ്റവും ചെറിയ തൗബയാണ് അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഇത് ഏറ്റവും ചുരുങ്ങിയ തൗബയാണ്. തൗബയായി പടച്ചവനെ ഇഖ്ലാസോടെ അങ്ങനെ വേണം പടച്ച റബ്ബിന്റെ മുമ്പിൽ പറയാറ്. പാപങ്ങൾ മുഴുവനും ഹൃദയത്തിലേക്ക് കടന്നു വരണം. അല്ലാഹുവേ, ഞാനും നിങ്ങളും ജീവിതത്തിലെ പാപങ്ങൾ മുഴുവനും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ട് ആത്മാർത്ഥമായിട്ട് വേണം അല്ലാഹുവോട് പറയാറ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. തൗബത്തുൻ നസൂഹയായാലേ തൗബ അല്ലാഹു സ്വീകരിക്കൂ. അല്ലാതെ കാക്കയുടെ തൗബ പോലെയാകരുത്, കാക്കയുടെ തൗബ പോലെയാകരുത്. കാക്കയുടെ തൗബ എന്തെന്നറിയോ? അതാ കാക്ക രാവിലെ പറന്നു വന്നിട്ട് മരത്തിന്റെ കൊമ്പിലിരിക്കുകയാണ്, വേസ്റ്റ് കാണുകയാണ്, ഓടിച്ചെന്ന് വേസ്റ്റുകൾ മുഴുവനും തിന്നുകയാണ്. വയറ് നിറച്ചു വേസ്റ്റുകൾ തിന്നിട്ട് മരത്തിന്റെ മുകളിൽ കയറിയിട്ട് വേസ്റ്റിലേക്ക് നോക്കിയിട്ട് കാക്ക പറയുമത്രേ, അയ്യേ ഞാൻ വേസ്റ്റ് കഴിച്ചല്ലോ, ഞാൻ ആവശ്യമില്ലാത്തത് കഴിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാക്ക തന്റെ തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടും അടിക്കുമത്രേ. ഞാൻ വേസ്റ്റാണ് തിന്നത്. കാക്ക പറയുമത്രേ, ഇനി ഞാൻ തിന്നൂല, ഇനി ഞാൻ തിന്നൂല. പക്ഷേ പിറ്റേ ദിവസം രാവിലെ മരത്തിന്റെ കൊമ്പിൽ വന്നിരിക്കുമ്പോ വേസ്റ്റിനകത്ത് നിന്ന് പുക ഇങ്ങനെ ഉയരുകയാണ്. കാക്ക ചെന്ന് തിന്നുകയാണ്. പിന്നെയും കാക്ക പറയും, ഞാൻ തിന്നല്ലോ, ഇനി ഞാൻ തിന്നൂല. ഇതുപോലെയാകരുത് തൗബ, ഇതുപോലെയാകരുത് തൗബ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായി ഇഖ്ലാസോടുകൂടി വേണം തൗബ ചെയ്യാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിബിതങ്ങളുടെ മുമ്പിൽ ഇത് പറയുമ്പോ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ ഞാനൊരു തെറ്റ് ചെയ്തു, ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്, പിന്നെയും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം ഉസ്താദ്? ഒരിക്കൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി കടന്നു വന്നു. യാ റസൂലല്ലാഹ്, ഞാനൊരു തെറ്റു ചെയ്തു നബിയേ, അല്ലാഹുവോട് തൗബ ചെയ്തു, എന്നിട്ട് ഞാൻ ചെയ്തു നബിയേ, ഇനി എന്തു ചെയ്യണം? നബി തങ്ങൾ പറഞ്ഞു, പിന്നെയും നീ തൗബ ചെയ്യണം. നബിയെ, തൗബ ചെയ്തിട്ട് പിന്നെയും ഞാൻ ആ തെറ്റു ചെയ്തു, എന്തു ചെയ്യണം? നബി തങ്ങൾ പറഞ്ഞു, തൗബ ചെയ്യണം. പിന്നെയും ഞാൻ ആ തെറ്റ് ചെയ്തു. നബി തങ്ങൾ പറഞ്ഞു, തൗബ ചെയ്യണം. പിന്നെയും ഞാൻ ആ തെറ്റു ചെയ്തു. 7 പ്രാവശ്യം ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറയുകയാ, നബിയെ ഞാൻ കള്ളു കുടിക്കില്ല എന്ന് അല്ലാഹുവോട് തൗബ ചെയ്തു. പിറ്റേ ദിവസം പോയി കുടിച്ചു, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. നബിയെ, പിന്നെയും ഞാൻ കുടിച്ചു, തൗബ ചെയ്യണം. പിന്നെയും ഞാൻ കുടിച്ചു, പിന്നെ തൗബ ചെയ്യണം. 7 പ്രാവശ്യത്തോളം ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ തന്നെ തിരിച്ചും മറിച്ചും ചോദിച്ചു. അപ്പടി നബി തങ്ങൾ പറഞ്ഞു, നീ തൗബ ചെയ്യണം. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഏതുവരെ തൗബ ചെയ്യണം? അതാ ചോദ്യം, ഏതുവരെ തൗബ ചെയ്യണം? എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറഞ്ഞു, ശൈത്താന് മനസ്സിലാകണം ഇവനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല, ശൈത്താൻ തോൽക്കുന്നത് വരെ തൗബ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ശൈത്താൻ നിന്റെ മുമ്പിൽ തോക്കണം. കാരണം എന്തേ? ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. ഇവൻ തൗബ ചെയ്യും, വീണ്ടും ചെയ്യും, വീണ്ടും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ അവസാനം ഇവന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. ഇനി ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിടൂലേ? ഇനി ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിടുന്നത് പോലെ ശൈത്താൻ തന്നെ പറയണം, ഇനി സിറാജിനെ കൊണ്ട് തെറ്റിയിപ്പിച്ചിട്ട് കാര്യമില്ല. അവൻ രാവിലെ ചെയ്യും, വൈകിട്ട് കരയും, രാവിലെ ചെയ്യും, വൈകിട്ട് കരയും, പിന്നെ തന്നെ ചെയ്യിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് സഹോദര, നമ്മളോട് ചോദിച്ചിട്ട് വീണ്ടും വീണ്ടും ചോദിച്ചാൽ നമുക്ക് വിഷമം വരും, ദേഷ്യം വരും, ഇല്ലേ? അള്ളാഹ്ക്ക് അങ്ങനല്ല. ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹു അവനെ ചേർത്ത് പിടിക്കുമെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹിനോട് ചോദിക്കുന്ന അള്ളാഹിന് വല്ലാത്ത ഇഷ്ടാ. ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹ് നമ്മളിങ്ങനെ അടുത്തോട്ട് പിടിക്കും, അകറ്റല്ല. അതാണ് അള്ളാഹ്. അള്ളാഹി നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ ചോദിക്കും തോറും അകന്നുകൊണ്ടിരിക്കും. നമ്മൾ ചോദിക്കും തോന്നും, പൈസ ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചോദിച്ചു വെച്ച് അകന്ന ബന്ധം പോയതിനെ പോയി. അള്ളാഹിന്റെ ഒക്കെ ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹു നമ്മളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.
അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിർത്താറായോ? 12 എത്ര മണി വരെ? 12:45 വരെ ഇരിക്കൂലേ? ഈ പറഞ്ഞു നിർത്തിയിട്ട് പോവാപ്പാ. 12:45 വരെ ഇരിക്കൂലേ? ഒരു 10 മിനിറ്റ് കൂടെ. 26 36 45 നിർത്താം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എടാ, അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹിന് നമ്മളോട് സ്നേഹം തോന്നണം. അള്ളാഹിന് നമ്മളോട് സ്നേഹം തോന്നണമെങ്കിൽ നമ്മൾ ചോദ്യം ചോദിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കണം എപ്പോഴും. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം അറിയല്ലോ. മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു ചോദിച്ചു, മൂസ, നിന്റെ കയ്യിലിരിക്കുന്ന എന്താ? നിന്റെ കയ്യിലിരിക്കുന്ന എന്താ? കമ്പാണ് പടച്ചവനെ. ഇത്രയും പറഞ്ഞാൽ മതി. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കയ്യിലിരിക്കുന്നത് കമ്പാണെന്നതൊക്കെ അറിയില്ലേ? എന്നിട്ട് അള്ളാഹ് മൂസായോട് ചോദിച്ചു, മൂസ, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ? കമ്പ അല്ല എന്ന് പറഞ്ഞാൽ മതി. മൂസ പറഞ്ഞു, പടച്ചവനെ, ഇത് കമ്പ, ഇതുകൊണ്ട് ഞാൻ പല കാര്യങ്ങൾ ചെയ്യും. ഞാൻ വൃക്ഷങ്ങളിൽ നിന്ന് ഇല പറിച്ചു കൊടുക്കും. അള്ളാഹിനോട് സംസാരിക്കാൻ കിട്ടിയ അവസരം ഈ ചങ്ങാതി അങ്ങ് മുതലാക്കി. അള്ളാഹിനോട് സംസാരിക്കാൻ കിട്ടിയ അവസരം എന്ത് ചെയ്യും? അതങ്ങ് ഉപയോഗപ്പെടുത്തി. മൂസാ നബി കമ്പിന്റെ സിഫത്ത് പറഞ്ഞു കൊടുത്തു. ആർക്ക്? അള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുക്കുക കമ്പിനെ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന്. ഇത് ഞാൻ താഴെ ഇട്ട പാമ്പാവുമല്ല, ഇത് ചില സമയത്ത് പ്രകാശിക്കുമല്ല, ഇതുകൊണ്ട് ഞാൻ മൃഗങ്ങൾക്ക് ഇലയൊക്കെ പിടിച്ചു കൊടുക്കുമല്ല. ഈ ചങ്ങാതി കമ്പിനെ കുറിച്ച് അള്ളാഹിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹിനോട് സംസാരിക്കാൻ അവസരം കിട്ടിയ അതങ്ങ് ഉപയോഗപ്പെടുത്തണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ദുആ ചെയ്യുന്ന സമയത്ത് ചിലർ അള്ളാഹിനോട് സംസാരിക്കോടോ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഉംറയ്ക്ക് പോയപ്പോൾ ഒരാൾ ദുആ ചെയ്യുന്ന കണ്ടു. ഇയാൾ ഇങ്ങനെ ഇരുന്നിട്ട് അള്ളാഹിനോട് പറയുക, കയ്യും കാലൊക്കെ എടുത്തിട്ട്, പടച്ചവനെ, നീ എൻ്റെ കാര്യം നടത്തി തരണം. അല്ല, നീ എനിക്ക് പുറത്ത് മുമ്പിൽ ഇരിക്കുന്ന ഒരാളോട് മുഖാമുഖം ഇരുന്ന് സംസാരിക്കുന്നത് പോലെ. പണ്ടുള്ളവരങ്ങനെ. പണ്ടുള്ളവർക്കൊരു സങ്കടം വന്ന് അവരെവിടെ പോകും? പള്ളിക്കകത്ത് പോയിരിക്കും. അള്ളാഹു മന്ദരുമാറാകട്ടെ. നമ്മുടെ വാപ്പ മരിച്ചുപോയവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. വാപ്പായ്ക്ക് ഒരു സങ്കടം വന്നാൽ വാപ്പ എവിടെ പോവും? ഉള്ളത് പറ, എവിടെ പോവും? പള്ളിക്കകത്ത് പോയിരിക്കും. നമ്മളെവിടെ പോവും? അത് പോട്ടെ, നമ്മളെവിടെ പോകും? നമ്മുടെ വാപ്പയ്ക്ക് സങ്കടം വന്നാൽ പള്ളിക്കകത്ത് പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് പറയും. പടച്ചവനോട് പറഞ്ഞിട്ട് വാപ്പ ചിരിക്കുന്ന മുഖത്തോടെ ഇറങ്ങി വരും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മളതൊക്കെ മാറി. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ദുആ എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യാൻ. നിങ്ങൾ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ദുആ എന്ന് പറഞ്ഞാൽ, തൗബ എന്ന് പറഞ്ഞാൽ, സഹോദര, അതൊരു മുനാജാത്താണ്. അല്ലാഹുമായിട്ടുള്ള ഒരു സംസാരമാണ്. പടച്ചവനെ, അല്ലാ, നീ എൻ്റെ റബ്ബാണ്, ഞാൻ നിന്റെ അടിമയാണ്. അടിമ യജമാനനോട് സങ്കടം പറയുകയാണ്, ആവലാതി പറയുകയാണ്, പ്രയാസം പറയുകയാണ്. യജമാനനോടല്ലേ പറയുന്നത്? അടിമ യജമാനനോടല്ലാതെ വേറെ ആരോട് പറയാനാ? അല്ല പറഞ്ഞല്ലോ, എന്നോട് ചോദിക്കുമ്പോ വേണ്ട ചില സിഫത്തുകൾ അല്ലാഹു പറഞ്ഞു തരികയാ. അല്ലാഹുവോട് ചോദിക്കുമ്പോ വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല. അല്ല തന്നെ പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവാണെന്നറിയോ? ദുആ ചെയ്യുന്ന പെങ്ങള്, തൗബ ചെയ്യുന്ന പെങ്ങള്, ചെറുപ്പക്കാരാ, അല്ലാഹുടെ വലിപ്പം പഠിച്ചിട്ട് വേണം അല്ലാഹുവോട് ചോദിക്കാൻ. ആളറിഞ്ഞിട്ട് വേണം ചോദിക്കാൻ. അല്ല ആരാണെന്നറിയോ? നീ ചോദിക്കുന്ന നിന്റെ റബ്ബാരാണെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ. 1ഉം 2ഉം പേരെയല്ല, 100 പേരെ കൊല ചെയ്തിട്ട് അല്ലാഹുവോട് ചോദിച്ചപ്പോ അല്ലാഹ് അവന് പുറത്തു കൊടുത്തടാ. ആ തൗബ ചെയ്ത മനുഷ്യൻ മരിച്ചു പോയപ്പോ, ആ തൗബ ചെയ്ത മനുഷ്യൻ പിന്നെ ഒരു നന്മ ചെയ്യുന്നതിന് മുമ്പേ മരണപ്പെട്ടു. 100 പേരെ കൊന്നവൻ അല്ലാഹുടെ മുമ്പിൽ തൗബ ചെയ്തിട്ട് പോകുന്ന വഴിയിലാ മരിച്ചത്. മരിച്ച ഉടനെ നരകത്തിന്റെ മലക്ക് വന്നു, സ്വർഗത്തിന്റെ മലക്ക് വന്നു. നരകത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇവൻ 100 പേരെ കൊന്നവനാ.
ഇവൻ 100 പേരെ കൊന്നവനാ, ഇവനെ ഞങ്ങൾക്ക് വേണം. സ്വർഗത്തിന്റെ മലക്ക് പറഞ്ഞു തരൂല. ഇവൻ തൗബ ചെയ്തിട്ട് വന്നവനാണ്, ഇവൻ നന്നായിട്ട് വന്നവനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം. 100 കൊല ചെയ്തവന് വേണ്ടി നരകത്തിന്റെ മലക്കും സ്വർഗത്തിന്റെ മലക്കും തർക്കമായെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 100 കൊല ചെയ്ത മനുഷ്യൻ, ആ മനുഷ്യൻ തൗബ ചെയ്തിട്ട് പോകുന്ന വഴിയിലാണ് മരിച്ച ഉടനെ നരകത്തിന്റെ മലക്കും വന്നു, സ്വർഗത്തിന്റെ മലക്കും വന്നു. നരകത്തിന്റെ മലക്ക് പറഞ്ഞു 100 കൊല ചെയ്ത ഇവനെ ഞങ്ങൾക്ക് വേണം. ഇവൻ ഒരു നന്മയും ചെയ്തിട്ടില്ല, ഇവൻ തൗബ ചെയ്തിട്ടുള്ള ഒരു നന്മയും ചെയ്തിട്ട് ഇവൻ ഞങ്ങൾക്ക് വേണം. അപ്പൊ സ്വർഗത്തിന്റെ മലക്ക് പറഞ്ഞു അല്ല, ഇവൻ തൗബ ചെയ്തിട്ട് വന്നവനാ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം. തർക്കമായി. മധ്യസ്ഥനെ അള്ളാഹു അയച്ചു. അവസാനം മധ്യസ്ഥൻ അള്ളാഹു അയച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മധ്യസ്ഥം വന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഈ തൗബ ചെയ്ത മനുഷ്യൻ താമസിച്ച നാടും ഈ മരിച്ച സ്ഥലവും തമ്മിൽ അളന്നു നോക്കണം. ഏത് നാട്ടിലേക്കാണ് ഇവൻ? നല്ല ഒരു നാട്ടിലേക്കാ പോയെ. ഉപദേശിച്ച ആള് പറഞ്ഞു, ഈ നാട്ടിൽ ഇനി ജീവിക്കാൻ പാടില്ല, അപ്പുറത്ത് നല്ല സുന്നികളുണ്ട്, അങ്ങോട്ട് വെക്കോളാൻ. നല്ല ആൾക്കാരുണ്ട്, അങ്ങോട്ട് വെക്കോളാൻ. അങ്ങോട്ട് പോകുന്ന വഴിയിലാണ്. അപ്പൊ ഏത് നാടാണോ, ഏത് നാടുമായിട്ടാണ് ഈ ഇത്രയും കാലം ജീവിച്ച നാടുമായിട്ടാണ് അടുത്തതെങ്കിൽ നരകത്തിന്റെ ആൾക്കാര്, ആ നാടുമായിട്ട് അടുത്താണെങ്കിൽ സ്വർഗത്തിന്റെ മലക്കുകൾക്ക്. ചരിത്രം പറയുന്നു, അള്ളാഹു ആ നല്ല നാട്ടിലേക്ക് ആ മനുഷ്യനെ നീട്ടിക്കൊടുത്തു എന്ന് നബിയിന റസൂലുള്ളാഹി. എന്നിട്ട് അള്ളാഹ് സ്വർഗം കൊടുത്തു. അതല്ല, 100 കൊല ചെയ്തവൻ അള്ളാഹ് പുറത്തു കൊടുത്തു. അത്രയും ചെയ്ത ആരെങ്കിലും ഉണ്ടോ?